മുട്ട മസാല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ 5 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുട്ടയിൽ നന്നായിട്ട് ആവണ തരത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. മുട്ട നന്നായിട്ട് കൊത്തിപ്പൊരിച്ചെടുക്കുക. മുട്ട കൊത്തിപ്പൊരിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സിയുടെ ജാറിൽ 2 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് അരച്ചെടുക്കുക. സവാള നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന തരത്തിൽ ഇളക്കി കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വേവിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ പച്ചമുളക് മാറി നന്നായിട്ട് കുറുതായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മസാല റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്.